تذكر يوما كنت تعانق دمعة الفكر تناجي الله في صبر وترجو رحمة تسري. السلام عليكم ورحمة الله. ബുർദ ബൈത്ത് 27ാമത്തെ നാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളംകൈ കൊണ്ട് തൊട്ടിട്ടു ആൽമാർ രോഗശിഫ ആക്കിയ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ കൊണ്ടിട്ടു ക്ഷാമ പിടിച്ചിട്ട് ബറകാല പിടിച്ചിട്ട് വണങ്ങിപ്പോയിട്ടിന്ന ഭൂമി അതിരെ എല്ലാ ബറകാലം നീങ്ങിപ്പോയിട്ട് ഫലവത്തായ രൂപത്തിൽ എണിച്ച് കാണേണ്ട പോലത്തെ ഒരു പരിസ്ഥിതിക്ക് എത്തിയിട്ടുള്ള ഒരു മുഅ്ജിസത്ത് കറാമത്ത് ഒരു അദ്ഭുത സംഭവ 86ാമത്തെ ബൈത്തിൽ ഇമാം ബൂസിരി തങ്ങ ചൊന്നുകൊണ്ടുണ്ട്. വഅഹ്യതി സനത ഷഹ്ബാഅ ദഅവതുഹു ഹത്താ ഹഖത് ഗുർറതൻ ഫിൽ അഅ്സുരി ദുഹുമി. ദഅവത്ത് റസൂലുള്ളാഹിയുടെ ദുആ കൊണ്ട് അഹ്യതി സനത ഷഹ്ബാഅ ക്ഷേമ ഉള്ള ഒന്നാക്കിയിട്ട് ബദലാക്കിയിട്ട് അഹ്യത്ത് ഏതൊരു സനത ഷഹ്ബാഅ വണങ്ങിപ്പോയിട്ട് മഴയില്ലാണ്ട് ക്ഷാമ ബാധിച്ചിട്ടിൻ്റെ ഒരു കാലഘട്ടത്തെ ഒരു വർഷത്തെ റസൂലുള്ളാഹി ദഅവത്തുഹു നബി തങ്ങളെ ദുആ കൊണ്ടിട്ട് അഹ്യത്ത് ഹയാത്താക്കിയിട്ട് അഥവാ ക്ഷേമ ഉള്ളതാക്കിയിട്ട് കുറേ കാലം മഴയില്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് ആ റായടി ഉണങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ റായത്തെ അങ്ങനത്തെ ഒരു സ്ഥിതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരുന്നിട്ട് ക്ഷേമപൂർണ്ണമായ ഒരു ചന്തത്തുറ ഒരു വ്യവസ്ഥ അല്ലാഹു റസൂലുള്ളാഹി കൊമ്പന്ത് ഹത്താ ഹഖത് ഗുർറതൻ ഫിൽ അഅ്സുരിൽ ദുഹുമി. അത് ഏതുപോലെ ചെയ്യുന്നുണ്ടായെങ്കിൽ കറുത്ത ഒരു കാലഘട്ടത്തിൽ അത് അതിരെ നെറ്റിൽ ഒരു പ്രകാശ ഉള്ള കണക്കത്തെ ഒരു വെളുത്തൊരു പ്രകാശ വന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥന കൊണ്ടിട്ടു ആ കാലഘട്ടത്തിലുണ്ടായ ബദലാവണ എന്തിനുള്ളതായിട്ട് ഇവിടെ ഇമാം ബൂസിരി നിങ്ങൾക്ക് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ കറുത്തൊരു കാലഘട്ടത്തിൽ ഒരു ബെൽറ്റൊരു പൊട്ടു ഒരു ഇടീ കറുത്തൊരു കുതിരക്ക് അതിൻ്റെ നെറ്റൊരു ബെൽറ്റ് പൊട്ടിന്നുണ്ടായെങ്കിൽ എത്ര ബ്രൈറ്റായിട്ട് എണിച്ച് കാണുക. അതേപോലെ കാലഘട്ടങ്ങളിലെല്ലാം എല്ലാ കാലത്തും എത്രയോ സമൃദ്ധമായൊരു കാലത്തിലായെങ്കിലും കൂടി ഈ ഒരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്നിട്ട് മല വന്നിട്ട് പച്ച പിടിച്ചൊരു കാലഘട്ടം അത് എല്ലാ കാലത്തും തിളങ്ങി നിൽക്കുന്ന ഷൈനിങ് ആയിട്ടിരിക്കുന്ന ഒരു കാലമായിട്ടിരിക്കുന്നുണ്ട്. ഇമാം ബൂസിരിയുടെ സമർത്ഥനാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളിയാഴ്ച 2-4 ജുമാഅത്ത് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കോ ഒരു സ്വഹാബി വന്നിട്ട് ചൊല്ലു ഞങ്ങളെ മുട്ട തന്നില്ല മല പറയാണ്ട് എല്ലാം ഉണങ്ങിപ്പോയിട്ട് ഞങ്ങൾ ഭാരി കഷ്ടത്തിലുള്ള എല്ലാ തിരുമ്പന്തായി പോയിട്ട് നബിയെ ഞങ്ങൾ വീടുമായിട്ട് ദ്വാരക്കോണുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത് ഒരു ചെറിയൊരു മേഘത്തെ പൊട്ടുകൂടി അവിടെ നിന്നിട്ടില്ല, ഒരു ചെറിയൊരു മലബണ്ട ലക്ഷണം കൂടിയില്ല. ആ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ തീരുന്നതിൻ്റെ ഇടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനൈത്ത് അതിശക്തമായ മല വന്ന് അത്ഭുതകരമായിട്ട് ആ റായത്ത് വലിയൊരു തണ്ണിയുടെ ഒഴുക്ക് ശുരുവായിട്ട് അവിടെയുള്ള എല്ലാ ബറകാലത്തും ഒരു സമ്പൂർണ്ണമായൊരു സമാപ്തിയായിട്ട് 87ാമത്തെ ബൈത്തിൽ അതിൻ്റെ ಬಗ್ಗೆ ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലു ബിആറിലിൻ ജാദ ഔ ഖിൽതൽ ബിത്വാഹ ബിഹാ സൈബും മിനൽ യമ്മി ഔ സൈലും മിനൽ അരിമി. ആ പെട്ടെന്നുണ്ടായ ഒരു മഴക്കാർ മലയുടെ ഒരു ആ മേഘത്തെ കാരണം കൊണ്ടു ജാഥ നല്ല ശക്തമായ മല ഇവിടെ വന്നു. ഔ ഖിൽതൽ ബിത്വാഹ ബിഹ അല്ലെങ്കിൽ ആ കല്ല് നിറഞ്ഞ ഭൂമി ആ ഒരു പരന്ന വിശാലമായ ഭൂമിയിൽ നീನು എങ്ങനെ കണ്ടേ എങ്ങനെ ഐത്തി ചൊന്നെങ്കിൽ സൈബും മിനൽ യമ്മി ഒരു പൊലമയെ സമ്പൂർണ്ണമായിട്ട് ഒലുകി വന്ന പോലെ ഇത്ത് ഔ സൈലും മിനൽ അരിമി അല്ലെങ്കിൽ അണക്കെട്ട് പൊട്ടിയിട്ട് തണ്ണി വിശാലമായിട്ട് ഒലുകിട പോലത്തെ ഒരു പരിസ്ഥിതി അവിടെ സഞ്ജാതായിട്ട് സൃഷ്ടിയായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു മലയില്ല മലയുടെ ഒരു ലക്ഷണമില്ലാത്തൊരു കാലത്ത് റസൂലുള്ളാഹിയുടെ ദുആയുടെ കാരണം കൊണ്ടിട്ടു അത്യന്ത സമൃദ്ധമായ മലബന്ധ് വിശാലമായ മലബന്ധ് ഒഴിഞ്ഞു കിടന്നിട്ടുള്ള പരന്ന വിശാലമായ ഭൂമിയിൽ ഒരു പൊലമേ സൃഷ്ടിയായ പോലെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തായിട്ട് രോഗത്തെ ശിഫയായി ആക്കിയ പോലെ മാനസിക രോഗത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ കൊണ്ടിട്ടും കയ്യിൽ തടകിയത് കൊണ്ടിട്ടും ശിഫ കൊടുത്ത പോലെ ഈ ദുആ കൊണ്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ മലബാർപ്പാട്ടിയ സംഭവമായിട്ട് ഈ ബൈത്തുൽ ബൂസിരി ഇമാം തങ്ങൾ ചെന്നുകൊണ്ടുള്ളത്. ഇനി വേറൊരു വിഷയത്തിൽ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു കടന്നുകൊണ്ടുണ്ടു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തിൻ്റെ ಬಗ್ಗೆ നബി തങ്ങളെ കാലത്തുണ്ടായ അനിഷേധ്യമായ നിഷേധിക്കാവാത്ത വിശേഷപ്പെട്ട സംഗതിയുടെ ಬಗ್ಗೆ ಅದರ ಬಗ್ಗೆ ಚೊಲ್ಲೋಗು ನಾನು ತೊಡಗಡೇಂಡುಳ್ಳ ಸೂಚನೆ 88ാമത്തെ ബൈത്തുൽ ബൂസിരി ഇമാം ചൊന്നുകൊണ്ടുണ്ടു.
ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത് ലുഹൂറ നാരിൽ ഖിറ ലൈലൻ അലാ അലമി. ನಂಡೆನಿಗ ಬುಡರು ಅದು ಅರಬಿಲೋಡ ಶೈಲಿ ನಾ ಚೊಲ್ಲೋ പോയിട്ടുള്ള വസ്ഫിയ നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയാത്ത് ചില ദൃഷ്ടാന്തങ്ങൾ നാണ് ഇത് വിശദീകരിക്കുക പോയിട്ടുള്ളത്. നബി തങ്ങളെ കാലത്തുണ്ടായ ചില അദ്ഭുത സംഭവത്തെ നാം വിശദീകരിക്കുക പോയിട്ടുള്ളത്. എങ്ങനത്തെ അദ്ഭുത സംഭവമായിട്ടിക്കണത്? ലഹറത്ത് ലുഹൂറ നാരിൽ ഖിറ ലൈലൻ അലാ അലമി. പർവ്വതത്തെ മേല് ആതിഥേയന്മാർ തീ കത്ത് പാട്ടിയിട്ട് പണ്ട് കാലത്ത് അതിഥിമാരെ വിളിച്ചുകൊണ്ടിരുന്നാറ്. യാത്ര പോകേണ്ട അതിഥിമാർക്ക് ഫുഡ് കൊടുക്കാനുള്ള സൗകര്യത്തിലായിട്ട് സത്കാരപ്രിയന്മാരായിട്ടുള്ള അറബിമാർ ഈ തിരുള്ള യാത്ര പോകേണ്ട ആൾമാർ ഈ തിരി കണ്ടിട്ട് വെളിച്ച കണ്ടിട്ട് തീ കണ്ടിട്ട് ഇപ്പറ ബറട്ട് വന്നിട്ടങ്ങ് വേറെ റോഡ് ഉണ്ടുപോയിട്ടുള്ള നീയത്തിൽ ഗുഡ്ഡയുടെ മേലെ തീ കത്തുപാട്ടി കൊണ്ടിരുന്നാറ് പണ്ടത്തെ അറബിമാർ, പണ്ടത്തെ ആൾമാർ. ಅದಕ್ಕೆ ನಾರುಲ್ ഖിറാ ചൊല്ലുടെ അത് ആതിഥ്യത്തെ തീ. അത് കണ്ടിട്ടാകുമ്പോൾ യാത്രികന്മാർ കൊന്ത അവിടെ എന്തിനും അവർ ഫുഡുണ്ടു, അവിടെ പാർട്ടി ഉണ്ട്, അവിടെ പോയി ചെന്നിട്ട് പോയിട്ട് അങ്ങ് അവിടെ ഫുഡ് എടുത്തുകൊണ്ടിരുന്നാറ്, ആഹാര സേവയാക്കിക്കൊണ്ടിരുന്നാറ്, സേവനാക്കിക്കൊണ്ടിരുന്നാറ്. അതേപോലെ ഗുഡ്ഡയുടെ മേൽ വെളിവായ ആ തീയുടെ കണക്ക് വിശാലമായിട്ട് പ്രത്യക്ഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായ മുഅ്ജിസത്തിനെ പറ്റി നാം വിശദീകരിക്കുന്നത്. അതിക്ക് നിങ്ങൾ സമ്മത തറൂ. 89ാമത്തെ ബൈത്തിൽ ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. നാണിതരെ ഒരു കോത്തിട്ട് മാല ആക്കിക്കൊണ്ടില്ല, പദ്യത്തിൽ കൊമ്പൊന്നുണ്ടില്ല. എന്തുകൊണ്ടു ചെന്നുണ്ടായെങ്കിൽ മുത്തു അതിനെ കോത്തിട്ട് മാല ആക്കിയിട്ടുണ്ടായെങ്കിൽ കാണുക ഭാരി ചന്ത. അതേ സമയത്ത് ഒരു മുത്തുരെ കോത്തിട്ടില്ലാണ്ട് പേരിക്കുക, അവിടെ സിംഗിളായിട്ടുണ്ടോണ്ട് പേരിക്കുക, ആയെങ്കും അതിന് മഹത്വത്ത് ചെയ്തൊരു കൊറടിയില്ല. അതായത് നാണിപ്പോൾ ബൂസരി ഇമാം ചൊന്നുകൊണ്ടുണ്ട് നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തിലെ കോർവയാക്കിയിട്ട് കോത്തിട്ട് മാലയുടെ രൂപത്തിൽ പദ്യത്തെ രൂപത്തിൽ കൊടന്നുകൊണ്ടില്ലേ. വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഇനിയൊരുത്ത പദ്യത്തെ രൂപത്തിലാക്കില്ല, ഗദ്യത്തെ രൂപത്തിൽ ഇന്നത്. ആ ഗദ്യത്തെ രൂപത്തിൽ ഇന്നത് കൊണ്ടിട്ടു അതിലെ മഹത്വത്തിൽ കുറോടില്ല. പക്ഷേ യാറെ മനുഷ്യന്മാർക്ക് അതിനെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അനുഭവിക്കുകയും ആസ്വാദനാക്കുകയല്ല നല്ലവിടുന്നു. അത് പദ്യരൂപമായിട്ടിക്കട്. അതുക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയാത്തിനെ ദൃഷ്ടാന്തത്തെ ನಾನು ಪದ್ಯ ರೂಪದಲ್ಲಿ ಕೊಂದುಂಟುಲ್ಲೆ ಇಮಾಮ್ ಬೂಸರಿ റളിയല്ലാഹു അൻഹുടെ ചൊല്ലു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹ്.